വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടന്നാൽ സമൃദ്ധിയുടെ ഒരു തിരുവോണം കൂടി ആഘോഷിച്ച് മലയാളികൾ. ലോകത്തിന് പകർന്നു നൽകിയ സമത്വത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ഉറപ്പിക്കുന്നതായി ഇക്കൊല്ലത്തെ ആഘോഷങ്ങളും. കേരളത്തിലും മറുനാട്ടിലും വീടുകളിലും തൊഴിലിടങ്ങളിലും മലയാളികൾ ഓണം ആവേശമാക്കി. പൂക്കാലം ചേലണിയും ആവണി വരവായി, മഴവില്ലോണക്കോടികളിൽ ചാരുത നിറവായി, നറുചിരിയുടെ നേരോടെ. കള്ളവും ചതിയുമില്ലാതെ മനുഷ്യരെയെല്ലാം സമന്മാരായി കണ്ട മഹാബലിയുടെ സദ്ഭരണകാലത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ് മലയാളികൾ. ഐതിഹ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും ഓണം മലയാളിക്ക് ജാതിമത ഭേദമന്യേയുള്ള ഉത്സവമാണ്. ആടിയും പാടിയും സദ്യയുണ്ടും നാടാകെ ആഘോഷം. തിരുവോണ ദിനത്തിന് ആവേശമായി ഓണക്കളികളും ഓണത്തെല്ലും. ഗുരുവായൂർ, ശബരിമല, തൃക്കാക്കര, ആറന്മുള ക്ഷേത്രങ്ങളിൽ ദർശനത്തിനും ഓണസദ്യക്കുമായി ആയിരങ്ങളാണ് എത്തിയത്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഓണവില്ല സമർപ്പണം നടന്നു. മറുനാടുകളിൽ മലയാളി ഉള്ളിടത്തെല്ലാം ഓണം കെങ്കേമമായി. ന്യൂസ് ഡെസ്ക് 24. മറുനാട്ടിലെ മലയാളികളും ഓണം ഗംഭീരമാക്കി. ഡൽഹി, മുംബൈ, ചെന്നൈ, സൂറത്ത് തുടങ്ങിയ നഗരങ്ങളിൽ മലയാളി കൂട്ടായ്മകൾ ഓണാഘോഷം സംഘടിപ്പിച്ചു. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തു. കേരളത്തിൽ നിന്ന് ദൂരെയാണെങ്കിലും നാടിന്റെ ഓർമ്മകളെ മനസ്സിൽ സൂക്ഷിച്ച് പരസ്പരം സ്നേഹം പങ്കിട്ട് തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. ഡൽഹിയിലെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ ഡൽഹിയിലും ഓണം, എല്ലാ പല അസോസിയേഷനുകൾ, റെസിഡൻസ് വെൽഫെയർ, എല്ലാ കോളനികളും ഓണമുണ്ട്. ഓണം മുതൽ നമ്മൾ ക്രിസ്മസ്, ന്യൂ ഇയർ വരെ ഈ ഓണം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമായിരുന്നു തിരുവോണാഘോഷത്തിന്റെ പ്രധാന കേന്ദ്രം. കേരളീയ വേഷമണിഞ്ഞ് മലയാളികളെത്തിയപ്പോൾ മയൂർ വിഹാർ ചെറുകേരളമായി മാറി. ചെന്നൈ മലയാളികളും തിരുവോണം ഗംഭീരമായി ആഘോഷിച്ചു. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷത്തിൽ 1000-ലധികം പേർ പങ്കെടുത്തു. ചെന്നൈയിലും മുംബൈയിലും സൂറത്തിലുമെല്ലാം മലയാളികൾ ഓണം ആഘോഷിച്ചു. സൂറത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേരള സമാജത്തിന്റെ നേതൃത്വത്തിൽ മെഗാ പൂക്കളം തീർത്തു. ഇന്ത്യയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ഭീമൻ പൂക്കളങ്ങൾ ഒരുങ്ങി. പ്രസിദ്ധമായ CSMT റെയിൽവേ സ്റ്റേഷനിൽ ഓൾ മുംബൈ മലയാളി അസോസിയേഷൻ വമ്പൻ പൂക്കളം തീർത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. 24ന്റെ തിരുവോണദിന പ്രത്യേക പരിപാടിയായ തിരുവോണത്തോണി കലാപ്രകടനങ്ങൾ കൊണ്ടും നർമ്മത്തിൽ ചാലിച്ച അവതരണം കൊണ്ടും ശ്രദ്ധേയമായി. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ SKNും അവതാരകരും ഒന്നിച്ച പരിപാടി പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഓണാവേശം പകർന്നു. വിഭവസമൃദ്ധമായ സദ്യയുമായാണ് 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് 24 തത്സമയം തിരുവോണത്തോണി അടുപ്പിച്ചത്. പാട്ടും ആട്ടവും കലാപ്രകടനങ്ങളുമൊക്കെയായി ഓണം വൈബ് ഉച്ചസ്ഥായിയിലെത്തി. ഗായകൻ നവനീത് ഉണ്ണികൃഷ്ണൻ അമേരിക്കയിൽ നിന്ന് 24നൊപ്പം തിരുവോണത്തോണിയിൽ ചേർന്നു. അനീസ് മുഹമ്മദ് എന്ന പ്രേക്ഷകൻ SKNനെ മാവേലിയാക്കി സൃഷ്ടിച്ച AI വീഡിയോ കൗതുകമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സകുടുംബമാണ് 24നൊപ്പം ചേർന്നത്. SKക്കും കുടുംബത്തിനും 24ന്റെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. പാഴ്വസ്തുക്കളിൽ നിന്ന് സംഗീതം തീർക്കുന്ന തൃശൂർ സ്വദേശികളായ കുട്ടി കലാകാരന്മാരുടെ സംഘം ഡബ്ബ ബീറ്റ് ഒരുക്കിയ സംഗീത വിരുന്ന് ഓണത്തോണിക്ക് പകിട്ടുകൂട്ടി. കിഴക്കേ കടുങ്ങല്ലൂർ നരസിംഹ ചൈതന്യ അവതരിപ്പിച്ച പുതിയ കാല കൈകൊട്ടിക്കളിയും കൊടുങ്ങല്ലൂർ ശ്രീരുദ്ര നാടൻപാട്ട് കലാസംഘവും ആവേശം ഇരട്ടിയാക്കി.
പ്രജിൻസി കണ്ണൻ എഴുതി സംഗീതം പകർന്ന് പാടി അഭിനയിച്ച തിരുവോണം തിരുവോണം നാടാകെ പൊന്നോണം കൂടിയായപ്പോൾ ഓണം മൂഡ് ഉഷാർ. മാവേലി നാടാകെ ആഘോഷത്തിരതാളം, നാടെല്ലാം പൂത്തുലഞ്ഞ് പൊന്നോണം തിരുവോണം. ന്യൂസ് ഡെസ്ക് 24. ഓണത്തിമിർപ്പിനിടയിലും ചിലർ തൊഴിലിടങ്ങളിൽ കർമ്മനിരതരായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും ഫുഡ് ഡെലിവറി തൊഴിലാളികളുമെല്ലാം ഓണദിവസവും ജോലിക്കെത്തുന്നവരാണ്. ആശമാർ ഉൾപ്പെടെ ഓണം ഒഴിവാക്കി സമരരംഗത്തുള്ളവരും നിരവധിയാണ്. ഇത് തിരുവനന്തപുരം പേട്ട സ്വദേശിനി ലതിക. വീട്ടിൽ ഓണ ഒരുക്കങ്ങളെല്ലാം തീർത്ത് ഡെലിവറി ജോലിക്ക് ഇറങ്ങിയതാണ്. ആഘോഷിക്കാറുണ്ട്. ഇന്ന് വീട്ടിലെ കുട്ടികളെല്ലാവരും സദ്യ ഒരുക്കുന്നുണ്ട്. നമ്മളെ ജോലിയാണല്ലോ, അത് പ്രകാരം ഇവിടെ വന്നു ഇൻസ്റ്റാമാർട്ടിനെയും ജനങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. ലതികയെ പോലെ നിരവധി പേരുണ്ട് തിരുവോണ ദിവസം അവരുടെ കർമ്മരംഗത്ത് സജീവമായി. പോലീസ്, ആരോഗ്യ പ്രവർത്തകർ, സെക്യൂരിറ്റി ജീവനക്കാർ, KSRTC ജീവനക്കാർ, റെയിൽവേ ജീവനക്കാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവരെല്ലാം തൊഴിൽ രംഗത്ത് തിരക്കിലാണ്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അപ്പം ഇന്നുള്ള പൊതുവിൽ രാത്രി 1 മണിയെങ്കിലും ആവും ഡ്യൂട്ടി തീരാനായിട്ട്. മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഡ്യൂട്ടിയിലാണ്. പണം നമ്മളിവിടെ 31-ാം തീയതിയായിരുന്നു. എല്ലാവർക്കും എടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ദിവസം എടുക്കുന്നു. വേറൊരു ദിവസം ഞങ്ങൾക്ക് ഇതിനോടനുബന്ധിച്ച് അവധി കിട്ടുന്നതാണ്. യാത്രക്കാരെ ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ. എല്ലാ സർവീസുകളും ഇല്ല, സന്തോഷത്തോടെ തന്നെ ചെയ്യുന്നത്. ആഘോഷമൊക്കെ തിന്നടയിലൂടെ നടക്കും. അപ്പോൾ ഇന്ന് പിന്നെ ഫ്രീ ആയതുകൊണ്ട് ചുമ്മാ എനിക്കിതൊക്കെ ഒരു ഹരമാണ്. വീട്ടിൽ പോയിട്ടാണോ ആഘോഷിക്കും. ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് വീട്ടിൽ നിന്ന് സദ്യ എത്തിക്കുന്ന അവധി കിട്ടിയ ജീവനക്കാരുടെ മനോഹരമായ കാഴ്ചയും KSRTC തിരുവനന്തപുരം സിറ്റി ഡിപ്പോയിൽ നിന്ന് കാണാനായി. അവരുടെ ഓണസദ്യയുടെ ഒരു അംശം നമ്മുടെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർക്ക് കൈമാറുകയാണ്. എല്ലാവരും അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഓണദിനത്തിൽ സമരങ്ങൾക്കും കുറവില്ല. ആശമാരുൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരങ്ങൾ തുടരുകയാണ്. ഈ വിഭാഗക്കാർക്കാർക്കും ഓണമില്ല എന്നല്ല, എന്നാൽ മറ്റുള്ളവർ ആഘോഷിക്കുന്നത് പോലെ പൂർണ്ണതോതിൽ ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ആഘോഷങ്ങൾ മാത്രമല്ലല്ലോ, കർമ്മവും പ്രധാനമാണല്ലോ. എന്തായാലും കർമ്മരംഗത്ത് സജീവമായിട്ടുള്ള എൻ്റെ ക്യാമറാമാൻ VS മനീഷിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. തിരുവോണത്തോണിയിലെ വിഭവങ്ങളുമായി ആറന്മുളയപ്പൻ ഓണസദ്യ. ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയ തിരുവോണത്തോണിയെ ദേവസ്വം അധികൃതരും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത്. പ്രതികൂല കാലാവസ്ഥയിലും നിരവധി ഭക്തരാണ് തിരുവോണത്തോണിയെ വരവേൽക്കാൻ എത്തിയത്. കോട്ടയം കുമാരനെല്ലൂരിലെ മങ്ങാട്ടുമനയിൽ നിന്നും മൂലം നാളിൽ പുറപ്പെട്ട തിരുവോണത്തോണി ഇന്ന് പുലർച്ചെയാണ് ആറന്മുളയിലെത്തിയത്. പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെ എത്തിയ തിരുവോണത്തോണിയെ മഴയിലും കുതിരാത്ത ആവേശവുമായി ആറന്മുള വരവേറ്റു. അപ്പോൾ എത്ര മഴയാണെന്ന് പറഞ്ഞാലും തിരുവോണത്തോണി വരുമ്പോൾ ഞങ്ങൾക്കതൊരു വിഷയമല്ല. ഓണം ഇത് തന്നെ, ഉത്രട്ടാതിയാണ് വലിയൊരു ഓണം. ഞങ്ങൾ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കത്തുള്ളൂ, ഓണസദ്യ. കാട്ടൂരിലെ 18 തറവാടുകളിൽ നിന്നടക്കം ശേഖരിച്ച മങ്ങാട്ടു ഭട്ടതിരി കൊണ്ടുവന്ന വിഭവങ്ങൾ കൂട്ടിച്ചേർത്താണ് തിരുവാറന്മുളയപ്പന് സദ്യ. സദ്യവട്ടത്തിന്റെ ചെലവ് കഴിഞ്ഞുള്ള തുക അത്താഴപൂജ കഴിഞ്ഞ പണക്കിഴിയായി മേൽശാന്തിയിൽ നിന്നും ഏറ്റുവാങ്ങി ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചാകും ഭട്ടതിരിയുടെ മടക്കം. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 പത്തനംതിട്ട. ഓണം നാളുകളിൽ സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പന. 10 ദിവസം കൊണ്ട് വിറ്റത് 826.38 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 50 കോടിയുടെ വർധനയാണ് ഇത്തവണത്തേത്. ഉത്രാട ദിനത്തിൽ മാത്രം 137.64 കോടി രൂപയുടെ മദ്യം വിറ്റു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് കൊല്ലം ജില്ലയിലാണ്. ബെവ്കോയുടെ 284 ഔട്ട്ലെറ്റുകളിൽ കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചത്. 1.46 കോടി രൂപയുടെ മദ്യം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രം വിറ്റു. ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് നബിദിനം ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്രകളും മൗലിദ് സദസ്സുകളും സംഘടിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മവാർഷികമാണ് ഇക്കുറി. നീതിബോധവും ലാളിത്യവും കൊണ്ട് മാതൃകയായ പ്രവാചകന്റെ ജീവിതം സന്ദേശമായി ഉൾക്കൊണ്ടാണ് വിശ്വാസികൾ ആഘോഷം സംഘടിപ്പിക്കുന്നത്. പുലർച്ചെ മുതൽ തന്നെ പള്ളികളിൽ മൗലീദ് പാരായണം ആരംഭിച്ചു.
ദഫ്, അർബന തുടങ്ങിയ കലാപ്രകടനങ്ങളുടെ അകമ്പടിയോടെ നബിദിന ഘോഷയാത്രകൾ പ്രൗഢമായി. ഘോഷയാത്രയെ സ്വീകരിക്കാൻ പലയിടത്തും തിരുവോണനാളിൽ മാവേലി എത്തിയത് ആഘോഷങ്ങളെ കൂടുതൽ മനോഹരമാക്കി. ഈ വർഷത്തെ നബിദിനത്തിന് ഇരട്ടി സന്തോഷമുള്ളത്. ശരിക്കും പഴയ കാലത്തെ ഒരു സ്നേഹം ശരിക്കും ഈ ഒരു ആഘോഷത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓണവും നബിദിനവും മനുഷ്യസ്നേഹത്തിന്റെ സന്ദേശമാണ് നൽകുന്നത് എന്ന പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ആഘോഷമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കോഴിക്കോട് നടന്ന നബിദിന റാലിയിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോട്, എം കെ രാഘവൻ MP തുടങ്ങിയവർ പങ്കെടുത്തു. 24 തിരൂർ. ഇന്ത്യയെയും റഷ്യയെയും വിമർശിച്ചും പരിഹസിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുണ്ട ചൈനയിലെത്തിയ ഇരു രാജ്യങ്ങളെയും അമേരിക്കയ്ക്ക് നഷ്ടമായി എന്നാണ് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പ്രതികരണം. പ്രസ്താവനയിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി. ചൈനയിലെ ടിയാൻജിനിൽ ചേർന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രതികരണം. മോദി, ഷീ ജിൻപിങ്, വ്ളാദിമിർ പുടിൻ എന്നിവരുടെ ചിത്രം പങ്കുവച്ചാണ് വിമർശനവും പരിഹാസവും. ഇരുണ്ട ചൈനയിലെത്തിയ ഇന്ത്യയെയും റഷ്യയെയും അമേരിക്കയ്ക്ക് നഷ്ടമായി. 3 രാജ്യങ്ങൾക്കും നല്ല ഭാവി ആശംസിക്കുന്നുവെന്നും പ്രതികരണം. അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ ഇന്ത്യയെ കാണുന്നെന്ന സൂചനയാണ് ട്രംപിന്റെ വാക്കുകൾ. ട്രംപിന്റെ പ്രസ്താവനയിൽ ഇപ്പോൾ മറുപടിയില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. Regarding the post, I have no comments to offer on this post at this point. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ഇരട്ടത്തീരുവ ചുമത്തിയിരുന്നു. ഇന്ത്യ അമേരിക്കൻ വ്യാപാര ചർച്ചകളും പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിനുമായി ട്രംപ് നടത്തിയ ചർച്ചകൾ ഫലം കാണാത്തതും ട്രംപിനെ പ്രകോപിതനാക്കി. ഇതിനിടെ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ യുദ്ധവകുപ്പെന്ന് പുനർനാമകരണം ചെയ്യാൻ ട്രംപ് തീരുമാനിച്ചു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനെ യുദ്ധ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കാനാണ് നിർദ്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക് 24. കോഴിക്കോട് കൊടുവള്ളി മാനിപുരം ചെറുപുഴയിൽ 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മാതാവിനൊപ്പം കുളിക്കാനെത്തിയ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. 10 വയസ്സുള്ള പെൺകുട്ടിക്കായി തെരച്ചിൽ തുടരുകയാണ്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. ഷഹദ്, എന്താണ് സംഭവിച്ചത്? ഷഹദ്, വിവരങ്ങൾ എന്താ? വൈകിട്ടോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് 10ഉം അതുപോലെ തന്നെ 12ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആൺകുട്ടിയെയാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പെൺകുട്ടിയെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഈ കുട്ടിക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. തിരച്ചിൽ നടത്തുന്നത് തൻഹ ഷെറിൻ എന്ന് പറയുന്ന കുട്ടിക്കാണ്. ഇവർ പൊന്നാനി സ്വദേശികളാണ്. കഴിഞ്ഞ കുറച്ചായിട്ട് അല്ലെങ്കിൽ ഇവർ കൊടുവള്ളിയിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. കൊടുവള്ളി മാന്യപുരം ചെറുപുഴയിലാണ് ഈ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. പ്രദേശത്ത് ഇത്തരത്തിൽ എത്തിയിട്ടുള്ളായിരുന്ന ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് ഇവർ ഈ ഒഴുക്കിൽപ്പെടുന്നത് കാണുന്നത്. തുടർന്ന് ഇവർ ബഹളം വെക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന തിരച്ചിൽ നടത്തുകയാണ്. ശരി, ഷഹദ് റഹ്മാൻ കോഴിക്കോട്ട് എന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു കുട്ടിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തൃശൂർ കുന്നംകുളം സ്റ്റേഷനിലെ അതിക്രൂര മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതിലും ഒത്തുകളി. കോടതി പ്രതി ചേർത്ത CPO ശശിധരനെതിരെ പോലീസ് അച്ചടക്ക നടപടി സ്വീകരിച്ചില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുജിത് VSനെ വീട്ടിലെത്തി കണ്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഒറീന ജംഗ്ഷനിൽ ജീപ്പ് നിർത്തി CPO ശശിധരൻ മർദ്ദിച്ചു എന്നായിരുന്നു സുജിത് VSന്റെ ആരോപണം. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവച്ച് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കെ ശശിധരനെ ഒഴിവാക്കിയതിന് പിന്നിൽ ഉന്നത രാഷ്ട്രീയ ഇടപെടലാണെന്നാണ് സുജിത്തിന്റെ ആരോപണം. ഒരു 20 മിനിറ്റ് മുന്നെയാണ് ശശിധരൻ ബാക്ക് ഡോർ നുഹ്മാൻ സാർ തുറന്നു കൊടുത്തിട്ട് എന്നെ അടിക്കണത്. ആദ്യത്തെ അടി കഴുത്തിനെ തലയ്ക്ക് അടിക്കണത്. അവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഒരു പറയണ്ടായി, കയറുവായോ അത് തരണ്ടേ എന്നുള്ളൊരു ഭീഷണിപ്പെടുന്ന ഒരു ടോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സുജിത് VSനെ വീട്ടിലെത്തി കണ്ടു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർ ആരും കാക്കി വസ്ത്രമണിഞ്ഞ് ജോലി ചെയ്യില്ലെന്ന് VD സതീശൻ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിലേക്ക് കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം. ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. കേസിൽ പ്രതികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ DIG ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. തൃശൂർ. ബിഡിയുടെ GST നിരക്ക് കുറച്ചതിനെതിരായ കോൺഗ്രസ് കേരള ഘടകത്തിന്റെ പരിഹാസം വിവാദത്തിൽ. ബിഡിയും ബീഹാറും ആരംഭിക്കുന്നത് B എന്ന അക്ഷരത്തിലാണെന്നും അതിനാൽ BD ഇനി മുതൽ പാപമല്ല എന്നുമായിരുന്നു സമൂഹമാധ്യമ പോസ്റ്റ്. വിമർശിച്ച് BJPയും JDയും രംഗത്തെത്തിയതോടെ എക്സ് പോസ്റ്റ് കോൺഗ്രസ് പിൻവലിച്ചു.
അന്തരിച്ച പ്രശസ്ത ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസുവിന്റെ മൃതദേഹം കോഴിക്കോട് സംസ്കരിച്ചു. കോഴിക്കോട് മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ 5 മണിയോടെയായിരുന്നു സംസ്കാരം. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.